വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തായ്ലൻഡിലെ കുറച്ച് ദിവസത്തെ സർക്യൂട്ടിനൊക്കെ ശേഷം ഞങ്ങളിതേ സിംഗപ്പൂർ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഇമിഗ്രേഷൻ പ്രൊസീജിയറൊക്കെ സർപ്രൈസിംഗ്ലി ഭയങ്കര ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇ വിസയും ഹെൽത്ത് ഡിക്ലറേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം എല്ലാം ഈസി ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പോണത് ജ്വൽക്കാണ്. ഇത് ചങ്കി എയർപോർട്ടിലെ ഒരു അടിപൊളി മോളാണ്. ഈ എയർപോർട്ടിലെ എല്ലാ ടെർമിനൽസിനും ജ്വൽക്ക് ആക്സസ് ഉണ്ട്. സ്കൈ ട്രെയിൻസും ബസ്സസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ സിംഗപ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2-2:30 സമയത്താണ്. അപ്പോൾ തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ജ്വൽക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സിംഗപ്പൂർ വന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇതിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഇത് വേൾഡിലെ ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ ആണ്. അതിന് ചുറ്റും ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. ആ കാണുന്നത് സ്കൈ ട്രെയിൻ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. മേലത്തെ ഫ്ലോറിൽ ഫുഡ് കോർട്ടാണ്. ഇവിടെയും ചുറ്റും മരങ്ങളും ചെടികളൊക്കെയാണ് കേട്ടോ. എൻ്റെ ട്രാവൽ വ്ളോഗ് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പിന് വന്നത് പാക്കേജ് എടുത്തിട്ടാണോ എന്നുള്ളത്. ആക്ച്വലി ഞങ്ങൾ പാക്കേജ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ മോളൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. ക്യാബൊക്കെ ബുക്ക് ചെയ്തു. ക്യാബ് ബുക്ക് ചെയ്തത് ഗ്രാബ് വഴിയാണേ. അപ്പോൾ നമ്മളിനി പോകുന്നത് റിവർ വേയിലേക്കാണ്. മഴ നല്ല തകൃതിയായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ റിവർ വേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ നിൽക്കാൻ പോകുന്നത് ഏട്ടൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് കേട്ടോ. ഏട്ടൻ്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും വീടെത്തിയൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അരുണേട്ടൻ്റെ വൈഫ് മഞ്ജു ചേച്ചിയും പിള്ളേരും ഒക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 2 വർഷമായിട്ടുള്ള അവർ നാട്ടിലേക്ക് പോയിട്ട്. അതുകൊണ്ട് നാട്ടിൽ വെക്കേഷനൊക്കെ ആകുമ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ബോബാട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പാൽ ഇഷ്ടമല്ലാത്ത കാരണം ഞാനത് കുടിച്ചില്ല. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ബാഗൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഏട്ടനും അരുണേട്ടനും പുറത്ത് പോയി വാങ്ങി വന്നിട്ടുണ്ടായിരുന്ന സ്നാക്സൊക്കെ ഞാൻ കഴിച്ചു. എനിക്ക് ഈ ടീ ബാഗ്സിൻ്റെ ഫ്ലേവർ പലതരത്തിലുള്ളത് ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാനും ഏട്ടനും റെഡിയായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അരുണേട്ടൻ ഓൾറെഡി ഓഫീസിൽ എന്തൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോമൺ പോയിന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റേഷനൊക്കെ വരുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു കാർഡ് വെച്ചിട്ട് വേണം ഇനി LRTയിലും MRTയിലും ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ട്. സിസ്റ്റം മാപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏത് ലൈനിൽ വേണ്ടിച്ചെങ്കിൽ പോവാം. ഇതാണ് കേട്ടോ LRT, അതായത് ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ്. ഇവിടെ ഒട്ടുമിക്ക മോൾസും ഈ MRT സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർച്ചാർഡ് റോഡ് എത്തിയിട്ടുണ്ട്. ഇത് സിംഗപ്പൂരിലുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ക്രിസ്മസ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. അരുണേട്ടൻ ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അരുണേട്ടനെ കണ്ടുമുട്ടുന്നത് വരെ ഇവിടെ തൽക്കാലം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. സ്ട്രീറ്റ് ഷോസും ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അത് കണ്ടിട്ടിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീം ബ്രെഡ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി. ഐസ്ക്രീം സ്ലൈസ് കട്ട് ചെയ്തിട്ട് അതൊരു ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് തരും. അത് ഏത് ഫ്ലേവർ ഐസ്ക്രീമാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രം മതി. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം തപ്പി നടക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഓർച്ചാർഡ് റോഡിലുള്ള പല മോൾസിലും ഞങ്ങൾ കയറി ഇറങ്ങി. ഇവിടുത്തെ കേക്ക്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കേക്കും ഉണ്ട് കേട്ടോ. ഇതിൽ ആ റെഡ് കളറിൽ കാണുന്നതില്ലേ, അത് ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇളം മധുരമായിട്ടുള്ള ടേസ്റ്റാണേ. ഞാനൊരു ഹണി ലെമൺ ടീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഴിക്കാനൊന്നും ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ മോളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി.
ഫൈനലി ഞങ്ങൾ 313-ലെത്തി. ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നാണ് കേട്ടോ ഡിന്നർ കഴിച്ചത്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷ് ഗ്രില്ലാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരാളെ കൊണ്ട് എന്തായാലും കഴിച്ച് തീർക്കാൻ പറ്റില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിം ഉള്ളത് കാരണം എപ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ വെജിറ്റബിൾസും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി വന്നതും ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്കൊക്കെ കഴിച്ചു. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴാണ് അരുണേട്ടൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ തവള എൻ്റെ ഏട്ടൻ്റെ കണ്ണിൽ പെട്ടത്. അരുണേട്ടനാക്കണത് കറക്റ്റാ. തള്ളി മറിക്കാനായിട്ട് ഒരാൾ പ്രോ ആണെങ്കിൽ മറ്റാൾ പ്രോ മാക്സ് ആണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അത് കേട്ടിരുന്നിട്ട് ഞങ്ങൾ പിന്നെ ആദ്യം അരുണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എത്തിയത് ഞങ്ങളെല്ലാവരും ഈ വീട്ടിലെ ടി വിയുടെ സൈസ് നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. രാവിലെ നല്ല വെയിലായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അരുണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി. വിവോസിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത്. ലഞ്ച് ടൈമാണ്. ലഞ്ചായിട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ബ്രെഡ് ടോക്കിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാൻ ഈ സ്ട്രോബെറി കാറ്റർപില്ലറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ മോളിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. വിവോസിറ്റി സ്റ്റേഷനിൽ ഞങ്ങൾ സെൻറ്റോസേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി സെൻറ്റോസയിലേക്ക് പോവാം. സെൻറ്റോസയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തന്നെ മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ മഴയായിരുന്നു. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കാൻ എന്തായാലും നല്ല എളുപ്പമായിരുന്നു. കാരണം മഴയായത് കാരണം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഉള്ളിൽ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള റൈഡ്സ്, ഷോസ്, നല്ല അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടുന്നുണ്ടെങ്കിൽ പോവാം. എനിക്ക് പിന്നെ റൈഡ്സിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന SEA അക്വേറിയത്തിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു സീ അക്വേറിയം വന്ന് കാണുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ പലതരം ജെല്ലി ഫിഷുകൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഈ പലതരത്തിലുള്ള ജെല്ലി ഫിഷിനെ നോക്കിയിരിക്കാൻ തന്നെയാണ്. സിനിമാ തിയേറ്ററിൻ്റെ സ്ക്രീനിനേക്കാളും 2 ഇരട്ടി വലുപ്പമുണ്ട് കേട്ടോ ഈ അക്വേറിയം. എന്തൊക്കെ പറഞ്ഞാലും കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒട്ടും നമുക്ക് ബോറടിക്കില്ല. ഇത് ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ മീനുണ്ട് എന്നുള്ളത് പിക്ചർ സഹിതം അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു ലാബും ഉണ്ട് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ സീ ഹോഴ്സിനെ നേരിട്ട് കണ്ടിട്ടുള്ളത് ആൻഡമാനിൽ സ്കൂബ ഡൈവിങ്ങിന് പോയപ്പോഴാണ്. ഈ മീനിനെ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടില്ലേ. ഇതിൻ്റെ പേരെന്താ, എലിഫന്റ് നോസ് ഫിഷ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. SEA അക്വേറിയത്തിലുള്ള എക്സ്പീരിയൻസ് എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ മഴയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നല്ല സുഖമായിട്ട് തന്നെ അവിടെയൊക്കെ കറങ്ങി നടക്കാം. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ചെറുതായിട്ട് ഒന്നും കൂടി വിശക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2-3 ഫോട്ടോസും കൂടി എടുത്തിട്ട് സെൻറ്റോസയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. മഴ തൽക്കാലം നിന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സമാധാനമായിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അടുത്തത് നമ്മൾ ചൈന ടൗണിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ചൈന ടൗൺ സ്റ്റേഷനറി അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള മോളിലേക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഇവിടെയുള്ള കേക്ക്സ് എല്ലാം തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അലച്ചിലൊക്കെ വന്നത് കാരണം നല്ല ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. വിക്ടേഴ്സ് കിച്ചണിൽ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. അവർ ചോപ്പ് സ്റ്റിക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് വരുന്ന നേരം വരെ കുറച്ച് നേരം ചോപ്പ് സ്റ്റിക്സിൻ്റെ മുകളിലായിരുന്നു. ഞാനൊരു ലെമൺ ടീയും ഏട്ടനൊരു കോൾഡ് ടീയുമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിംസം ഒക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അന്തസ്സുള്ള കഞ്ഞിയും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പ്രോൺസും പിന്നെ ഈ സെഞ്ചുറി എഗ്, ആ ആഷ് കളറുള്ളത് സെഞ്ചുറി എഗ് ആണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഞാൻ ചോപ്പ് സ്റ്റിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചത്. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്താ കാണുന്നത്. അരുണേട്ടൻ മാത്രം ചോപ്പ് സ്റ്റിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബാക്കി കുറച്ച് കടയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ഈ കടയിൽ നിന്ന് ഞാനൊരു സോക്സ് വാങ്ങിച്ചേ, പിന്നെ ഇവിടുന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇതാണ് സ്റ്റേഷൻ ബേ ഫ്രണ്ട്. ഇവിടുന്നാണ് നമ്മൾ മെറീന ബേ സാൻഡ്സിലേക്കും ഗാർഡൻസ് ബൈ ദ വേക്കും പോകുന്നത്. ഇവിടെ ഈ മിറർ ഉള്ളത് കാരണം ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ എല്ലാ ആൾക്കാരും ഡാൻസ് പ്രാക്ടീസും റീൽസ് എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും എല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഗാർഡൻസ് ബൈ ദ ബേയിൽ എത്തിയിട്ടുണ്ട്. താഴത്ത് കുറേ വലിയ വലിയ ഒച്ചിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മെറീന ബേ സാൻഡ്സ്. ഗാർഡൻസ് ബൈ ദ ബേയിൽ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഷോ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ പെട്ടെന്നൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വേണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാനുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈ ഒരു ഇട്ടാവട്ടത്തൊക്കെ തന്നെയാണ് കേട്ടുള്ളത്. ഡ്രാഗൺ ഫ്ലൈ ബ്രിഡ്ജിൻ്റെ മേലെന്ന് ഈ ഒരു സിംഗപ്പൂർ ഫ്ലയറും കാണാനുണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഫൗണ്ടനും മറ്റേ സൈഡിൽ ഡ്രാഗൺ ഫ്ലൈൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് ഗാർഡൻസ് ബൈ ദ ബേ. ഇനി എന്തായാലും നമുക്ക് ലൈറ്റ് ഷോ തുടങ്ങാറായി, അത് കാണാം. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി മെറീന ബേ സാൻഡ്സിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും കാണാം കേട്ടോ. മെറീന ബേ സാൻഡ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇനിയൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ക്രിസ്മസ് ആവാറായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റ്സും ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നിലൊരു റിവർ ഉണ്ട് കേട്ടോ. അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ലൂയി വിറ്റോണും ആർട്ട് സയൻസ് മ്യൂസിയം ഒക്കെ ഇവിടുന്ന് കാണാം. ആർട്ട് സയൻസ് മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് പിള്ളേർ ഡാൻസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. നമ്മളിനി അടുത്തത് പോണത് റിവർ ക്രൂസിനാണ് കേട്ടോ. ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് മ്യൂസിയം. റിവർ ക്രൂസിൻ്റെ സമയത്ത് ആ ബോട്ടിൽ ടി വിയിൽ റിവറിൻ്റെ രണ്ട് സൈഡിലുള്ള ഫേമസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ലാൻഡ്മാർക്സും ഒക്കെ അവർ പറയും. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം.
ഈ കാണുന്ന മെർലൈൻ ഇല്ലേ, ഇത് സിംഗപ്പൂരിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സിംബലാണ് കേട്ടോ. ചെറുപ്പം തൊട്ട് ഞാൻ കുറച്ചധികം തന്നെ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് സിംഗപ്പൂർ. എൻ്റെ മുത്തശ്ശനും അമ്മമ്മയും പണ്ട് സിംഗപ്പൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോഴും എൻ്റെ അടുത്ത് പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു വായേന്ന് വെള്ളം തുപ്പുന്നൊരു സിംഹമൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇത് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഹെലിക്സ് ബ്രിഡ്ജ്. റിവർ ക്രൂസ് ഒക്കെ അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മെറീന ബേ സാൻഡ്സിലേക്ക് തന്നെയാണ് പോയത്. രാവിലെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലോട്ടസ് ഒക്കെ വിരിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഡാൻസ് വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നത് കാണാം. ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു സ്പോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഞാനും കയറിയിരുന്നു. പക്ഷെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് വീഡിയോ അത്ര കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ മെറീന ബേ സാൻഡ്സ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു. രാവിലെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് അത്യാവശ്യം തന്നെ അലിഞ്ഞ് തിരിഞ്ഞ് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ സിംഗപ്പൂർ വീഡിയോസായിട്ട് കാണാം. ബൈ.